ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. ഒരു ബിഗ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ലൈവിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അറിയാം, ഈ ഒരു നൈറ്റിൽ 8:30 ശേഷം നമ്മളിങ്ങനെ ഒരു ലൈവുമായിട്ട് വന്നിരിക്കുന്നത് ഒരു ബിഗ് അപ്ഡേറ്റ് PSCയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യുക എന്നുള്ളതോട് കൂടിയാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 2025 ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച അവസരമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഈ എക്സാമിന് അപ്ലൈ ചെയ്ത മുഴുവൻ ആളുകളും കൺഫർമേഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിന്റെ ഡേറ്റ് ഓഗസ്റ്റ് 29-നാണ്. ഓക്കെ, ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29-നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നെന്ന് പറയുമ്പോൾ മെയ് 23 അല്ലേ. അപ്പൊ നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 96 ദിവസങ്ങളാണ് ഇനി ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഈ എക്സാമിന് വേണ്ടിയിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, ഇനിയും തുടങ്ങാത്ത ആളുകൾ, ഇതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ എന്തുണ്ട്, നിലവിലുണ്ട്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് മുമ്പിൽ അവസരങ്ങൾ വരുന്ന സമയത്ത് അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ ലെക്ചർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, മെക്കാനിക്കലിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. മെക്കാനിക്കലിന്റെ ഡേറ്റ് നമ്മൾ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി AE മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് വന്നിരിക്കുന്നത് AE മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 18/8/2025 കേട്ടോ. 18/8/2025. അതേപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്, എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 11/8/2025 കേട്ടോ. 11/8/2025. അപ്പൊ ഇത് ഈ 3 അപ്ഡേറ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് എൻട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു എക്സാം എപ്പോഴായിരിക്കും വിളിക്കുക എന്നുള്ളത്. ഓക്കെ, ഡിപ്ലോമ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന പോസ്റ്റ് ആണ് കേട്ടോ. അതായത് ഓൾറെഡി ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ്. അപ്പൊ ഈ ഒരു ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിന്റെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 കണ്ടക്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്ലാസ് ബിടെക് പാസ്സായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ. അപ്പൊ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് 90 ദിവസം കൊണ്ട് 90 ഡേയ്സിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 90 ദിവസം കൊണ്ട് ഇത് പഠിച്ചാൽ തീരുമോ എന്നുള്ള സംശയമുള്ള ആളുകൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് നമ്മൾ ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരാൻ പോകുന്നത് എൻറ്റയർ സിലബസ് ആണ്. ഈ എക്സാമിന് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിന്റെ മുഴുവൻ സിലബസും ഈ 90 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അപ്പൊ ഇതിനോടകം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്റ്റഡി നോട്ട്സുകളും സ്റ്റഡി കാർഡുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലെക്ചർ ഇൻ പോളി ഇലക്ട്രോണിക്സ് ബാച്ചിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് അല്ലെ, അതായത് നമുക്ക് ജോബ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 9 to 4 ജോബ് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ, അതേപോലെ തന്നെ സാറ്റർഡേ സൺഡേ ലീവ്, അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് ആക്ച്വലി, ഒരു ജോബാണ് ആക്ച്വലി ലെക്ചർ ഇൻ പോളിടെക്നിക്. സാമാന്യം നല്ല സാലറി ഉണ്ട് കേട്ടോ. ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സാലറി എന്ന് പറയുന്നത് നിയർലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എബവ് 70,000 നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നോർമലി ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. സാധാരണ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാൻ ഒരു എയ്ഡഡ് സ്കൂളിൽ നമ്മൾ കൊടുക്കേണ്ട ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, കൊടുക്കേണ്ടതായിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു എയ്ഡഡ് സ്കൂളിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ലെക്ചർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 30 ലക്ഷമോ 40 ലക്ഷമോ ഒക്കെ ഡൊണേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പ്രൈസിൽ പറയുകയാണെങ്കിൽ അത്രയും എന്താ പറയാ എക്സ്പെൻസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും എന്താ പറയാ
പൈസ കൊടുത്ത് നമുക്ക് ആ ജോലി കിട്ടുന്ന അത്രയും വാല്യൂ ഉള്ള ഒരു പോസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഇത് മറ്റൊരു അർത്ഥത്തിൽ നിങ്ങൾ കാണരുത്. സോ ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം എഴുതുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം എക്സാമിന്റെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള എഫേർട്ടാണ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതായത് ഇന്ന് മുതൽ, നാളെ മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോരാ, ഇന്ന് മുതൽ ഈ മൊമെന്റ് മുതൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന ഈ മൊമെന്റ് മുതൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫുൾ ആൻഡ് ഫുൾ ആയിട്ടുള്ള എഫേർട്ടാണ് ഇനി വേണ്ടത്. നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഇനിയൊരു പാർട്ട് ടൈം പ്രിപ്പറേഷൻ ഇവിടെ പ്രസക്തിയില്ല. ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് തൽക്കാലത്തേക്ക് ലീവ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള 96 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഒരുപാട് സിലബസ് നമുക്ക് കവർ ചെയ്ത് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത 96 ദിവസങ്ങൾ ഫുൾ എഫേർട്ടിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗോൾഡൻ ജോബ്, ഏറ്റവും മികച്ചൊരു അവസരം തന്നെ അല്ലേ. അതായത് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കേരള PSC വരുന്നില്ല. എന്നാൽ വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം 90-ലധികം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 90-ലധികം പോയി. ഇത്രയും പെട്ടെന്ന് തന്നെ അവർ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്താ പറയാ, അത്രയും വേക്കൻസീസ് ഇനി ഫ്യൂച്ചറിൽ വരാനുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ കേരള PSC ഇത്രയും വേഗത്തിൽ പുതിയൊരു നോട്ടിഫിക്കേഷനിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ എക്സാം ഡേറ്റ് വന്നു, ഓഗസ്റ്റ് 29 96 ദിവസങ്ങൾ ബാക്കിയുണ്ട്. എങ്ങനെ ഈ 96 ദിവസങ്ങൾ കൊണ്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താ പറയുക സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വെബിനാർ നിങ്ങളിലേക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം എഴുതുന്ന മുഴുവൻ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. ഇനി ഉള്ള ദിവസങ്ങൾ സിൻസിയർ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 7736177795 എന്ന് പറയുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അതെല്ലാവരും എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ബിഗ് അപ്ഡേറ്റ് തന്നെയാണ്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. That's all for today. മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. That's all for today. Thank you.